ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. ഒന്നല്ല, രണ്ട് അമ്പലത്തിൽ പോകുന്നുണ്ട്. ഒന്ന് നമ്മുടെ കടമ്പനാടുള്ള മലനട അമ്പലത്തിലും പിന്നൊന്ന് നമ്മുടെ കാട്ടിൽ മേക്കതിൽ അമ്പലത്തിലുമാണ് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് കടമ്പനാട് മലനട അമ്പലത്തിലാണ്. ഞാൻ ഫസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞിലെ, എല്ലാവരും കൂടെ. എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ ഒന്ന് വരണം, തൊഴണം എന്ന്. എന്തായാലും അത് സാധിച്ചു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്നു. ആ അമ്പലം ഇരിക്കുന്ന സ്ഥലം കാണാൻ നല്ല ഭംഗിയാട്ടോ. എന്ത് രസമാണ് കാണാൻ. ബാക്ക് സൈഡ് പാടവും ഫ്രണ്ടൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നല്ല ഭംഗിയുണ്ട് ആ അമ്പലം കാണാൻ. എന്തായാലും അമ്പലത്തിൽ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ മലനട അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യയിലെ ഏക ദ്യോതന ക്ഷേത്രമാണിത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വലിയൊരു വെടിക്കെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു ക്ഷേത്രമാണ്. ആദ്യം ഞാൻ എൻ്റെ രണ്ടാമത്തെ തവണ കൊച്ചിയിലെ വന്നിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇപ്പോൾ ഇത് ഫസ്റ്റ് ടൈം വന്ന് നമുക്ക് അമ്പലത്തിലേക്ക് കയറാം. അങ്ങനെ അമ്പലത്തിൽ കയറി പോകുന്നു. നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല അവിടെ. പിന്നെ നമ്മുടെ ഓച്ചിറ അമ്പലത്തിൻ്റെ കൂട്ട് തന്നെയാണ്. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് നല്ല രസമുണ്ട് കാണാനെ കൊണ്ടിട്ട്. നല്ല പാടം നിറഞ്ഞ സ്ഥലം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. തൊഴുതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിലൊരു വീഡിയോ എടുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ എന്തായാലും ഞങ്ങളിനി ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനി നമ്മുടെ നേരെ മറ്റൊരു അമ്പലത്തിലേക്ക് പോവുകയാണ്. ആ വരുന്ന സ്ഥലമൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആ റോഡും രണ്ട് സൈഡ് നല്ല പച്ചപ്പൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമ്മളെവിടെ പോവാം? കാട്ടിൽമേക്കാവിൽ അമ്പലത്തിൽ. അപ്പോൾ ഗൈസ്, നമ്മളിനി കാട്ടിൽ അമ്പലത്തിൽ പോവാണ്. ഇപ്പം എവിടെ ആയിരുന്ന? ഭരണിക്കാവ്. ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മളിതാ കാട്ടിലമ്പലത്തിൻ്റെ ആ ഒരു കൊച്ചാർച്ച് കഴിഞ്ഞ് കയറുകയാണ്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അമ്പലത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി ജങ്കാറിൽ കയറി അപ്പുറത്ത് പോകണം. നീന്തി പോകേണ്ടി വരുമോ? അങ്ങനെ നമ്മൾ കാട്ടിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട്.
പ്രത്യേകിച്ച് പറയണ്ടായിരിക്കും, എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. കാട്ടിലമ്പലം അറിയാതായിട്ട് ഇപ്പോൾ എനിക്കൊന്നും ആരില്ലായിരിക്കും. വലിയ തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ തിരക്കില്ല, കുറച്ച് തിരക്കേ ഉള്ളൂ, ഒരുപാട് തിരക്കൊന്നുമില്ല. എന്തായാലും അമ്പലത്തിൽ വരുമ്പോൾ തന്നെ മനസ്സിനൊരു നല്ലൊരു സുഖം കിട്ടും കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഒരു പ്രത്യേക സുഖമാണ് അമ്പലത്തിൽ വരുമ്പം. പിന്നെ വഴിപാടൊക്കെ കഴിപ്പിക്കാൻ എഴുതിച്ചു. ഇനി നമ്മളിതുകൊണ്ട് അമ്പലത്തിനകത്ത് കയറണം. കടലൊക്കെ ഇങ്ങനെ കയറി നല്ല തിരയാണ്. തിരയെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് നിൽക്കാൻ ഒക്കത്തില്ല, അതുപോലെ ഇങ്ങനെ വന്ന് തിരയടിച്ചങ്ങ് പോവാണ്. ഈ കാണുന്നത് ജങ്കാറെ കയറാനുള്ള തിരക്കാണ്. അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇനി ഇതിൽ കയറിയിട്ട് നമുക്ക് അപ്പുറത്ത് പോകണം. ജങ്കാർ വരുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഇടിച്ച് കയറാതെ ഇറങ്ങാനുള്ളവരെ ഇറക്കത്തിന് മുമ്പ് നമുക്ക് കയറാനങ്ങ് ധൃതിയാണ്. പിന്നെ അവിടുന്ന് വണ്ടി എടുത്ത് നമ്മളിങ്ങനെ പോകുന്നു. പിന്നെ ഫ്രൂട്ട്സ് കടയിൽ കയറണമായിരുന്നു. ഫ്രൂട്ട്സ് വാങ്ങിച്ചു. മാംഗോയാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ മാംഗോസ്റ്റിൻ്റെ റേറ്റ് ഒന്ന് ചോദിച്ചു. കേട്ടപ്പോഴേ വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നു. ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയുള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. ഇഷ്ടം പോലെ പട്ടികളുമുണ്ട്, കാക്കയുണ്ട്. എത്ര എണ്ണം അല്ലേ.